ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ താരമായ ഫ്രെഡ് നിലവിൽ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ബ്രസീലിയൻ ക്ലബ്ബായ അത്ലറ്റിക്കോ MG താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫെനർബാഷെ ഫ്രെഡിന്റെ കാര്യത്തിലുള്ള നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതായത് നല്ല ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ ഈ താരത്തെ കൈവിടാൻ അവർ ഒരുക്കമാണ്. ഇപ്പോൾ ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രെഡ് ബ്രസീലിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു, അത്ലറ്റിക്കോ MGയിലേക്ക് അദ്ദേഹം വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ESPN ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത്. അത്ലറ്റിക്കോ ഉടൻ തന്നെ താരത്തിന് വേണ്ടി ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ്. ഏതായാലും ഫ്രെഡ് ബ്രസീലിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ഇനി തിയാഗോ സിൽവയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. 41 വയസ്സുള്ള തിയാഗോ സിൽവ ഇതുവരെ പോർട്ടോക്ക് വേണ്ടി കളിച്ചിരുന്നു. കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അദ്ദേഹം പോർട്ടോയിൽ എത്തിയത്. ഇപ്പോഴിതാ കോൺട്രാക്ട് പൂർത്തിയായിക്കൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. ഇക്കാര്യത്തിലുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോർട്ടോ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തിയാഗോ സിൽവക്ക് പുതിയ ഒരു ക്ലബ്ബ് ആവശ്യമായി വരികയാണ്. തന്റെ പഴയ ക്ലബ്ബായ ഫ്ലുമിനൻസിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി ESPN ബ്രസീൽ നൽകിയിട്ടുണ്ട്. അതായത് തിയാഗോ സിൽവയുടെ പഴയ ക്ലബ്ബായ AC മിലാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് അദ്ദേഹത്തിന് ഓഫർ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2027 ജൂൺ മാസം വരെയുള്ള ഒരു ഓഫറാണ് തിയാഗോ സിൽവക്ക് AC മിലാൻ നൽകിയിട്ടുള്ളത്. ഒരു ഇൻവിറ്റേഷൻ ആണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. തിയാഗോ സിൽവ തന്റെ പഴയ ക്ലബിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും വിരമിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല ക്ലബ്ബുകളുടെ ക്ഷണം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോവാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഇനി അതല്ല, നല്ല ഓഫറുകൾ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ തിയാഗോ സിൽവ വിരമിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.